ഹായ് കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? ട പഠിച്ചു, ഠ അല്ലേ പഠിച്ചു അല്ലേ? അത് വെച്ചിട്ട് വരുന്ന വാക്കുകളൊക്കെ പഠിച്ചു അല്ലേ? ടാസെ ടമാറ്റർ, ടൊമാറ്റോ പഠിച്ചു. പിന്നെന്താ ടട്ടു, പോണി, കുതിരക്കുട്ടി പോണി, ടട്ടു എന്ന് പറയും അല്ലേ? പിന്നെ ഠാസെ ടഠേര, ബ്രാസിയർ അല്ലേ? പിന്നെയോ ഠാസെ ടപ്പ, സീൽ അല്ലേ? ഈ വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? അതിലെ കളറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതാ ഇനി അടുത്ത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്ന അറിയോ? അടുത്ത് വരുന്ന വാക്കാണ് ഡ. എന്താണ് ഡ? അതെങ്ങനെയാണെന്ന് അറിയാം, അത് എളുപ്പമാണ് നിങ്ങൾക്ക്. ഇതേപോലെ ഒരു കുഞ്ഞ് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക. ദെൻ നമ്മുടെ എസ്, നിങ്ങളത് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എസ് പോലെ, അതായത് സിയും സീന് വീണ്ടും ഒന്ന് തിരിച്ചിടുന്ന സി പോലെ എഴുതിയാൽ എന്തായി? ഡ ആയി. എങ്ങനെയാണ്? കുഞ്ഞ് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു, ദെൻ അതിനോട് ചേർത്ത് സി എഴുതുന്നു, എന്നിട്ട് സിയെ കുറച്ചുകൂടെ ഇങ്ങോട്ട് തിരിച്ച് സി പോലെ തന്നെ സിയെ തിരിച്ചിട്ട് വീണ്ടും കുറച്ച് ലെങ്ത് കൂടി വാല് കൂടിയ സി ആക്കി എഴുതുന്നു അല്ലേ? ഇത് എളുപ്പമാണ് നിങ്ങൾക്ക്. എന്നിട്ട് അതിന്റെ മുകളിൽ എപ്പോഴും നമ്മൾ ഹിന്ദിയിലുള്ളത് പോലെ മുകളിൽ എപ്പോഴും വരയ്ക്കാം. ഇങ്ങനെ കാണുന്നത് എന്താണ്? ഡ. നീ ഡ വെച്ചിട്ട് വരുന്ന വാക്കുകൾ നമുക്ക് പഠിക്കാം. പേജ് നമ്പർ 24 ഒരു സാധനം കണ്ടിട്ടുണ്ടോ? എന്താണെന്നറിയോ? നമ്മള് ശിവന്റെ ഒക്കെ നിങ്ങൾ ദൈവത്തിന്റെ ശിവഭഗവാന്റെ പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടോ? അതിലൊരു എന്താണ് ഒരു ശൂലമുണ്ട്, അതിനകത്തൊരു സാധനമുണ്ട്. ഈ നിങ്ങളുടെ പേജ് നമ്പർ 24 കാണുന്ന ഒരു ചിത്രമുണ്ട്. എന്താ? ഇങ്ങനെ ഉടുക്കല്ലേ, ഉടുക്കി ഇങ്ങനെ കൊട്ടി ഇങ്ങനെ സൗണ്ട് വരും അല്ലേ? നിങ്ങൾക്ക് പണ്ടൊക്കെ ഉണ്ട്, കുഞ്ഞു കുട്ടികളാകുമ്പോൾ രണ്ട് സൈഡിലും രണ്ട് കുഞ്ഞു മുത്തൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ കിലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടപടെ എന്നുള്ള സൗണ്ട് വരും അല്ലേ? അതേപോലുള്ള എന്താണ് ഉടുക്ക്. ആ ഉടുക്കിന് എന്താണെന്നറിയാം പറയാ ഹിന്ദിയില്? ഡമരു. ഡാസെ ഡമരു. ഇംഗ്ലീഷ് അതിന് ടാബർ എന്ന് പറയും. ഹിന്ദിയിൽ അതിന് എന്ത് പറയും? ഡമരു. ഡാസെ ഡമരു എന്നാണ്. ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ നല്ല സൗണ്ട് വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ഉപകരണമാണ് കേട്ടോ. മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. പണ്ട് അത് ശിവഭഗവാന്റെ ഒക്കെ കയ്യിലുണ്ടായിരുന്ന ഒരു ഉപകരണമാണ്. അതിനെന്താ പറയാ? ഡമരു, ഉടുക്ക്. ടാബർ എന്ന് ഇംഗ്ലീഷില് പറയും. ഹിന്ദിയിൽ അതിനെ പറയും ഡാസെ ഡമരു. ഇനി അടുത്ത എന്താണെന്നറിയോ? വീട്ടിലെ സാധനങ്ങളും ഒക്കെ ആക്കി വെക്കാൻ നമ്മൾ എന്ത് ചെയ്യും? കൂട അല്ലെ, കൊട്ട, ബാസ്ക്കറ്റ് അല്ലെ? അത് നമ്മൾ കൊണ്ടുവയ്ക്കില്ലേ? നമ്മളെ വീട്ടിലെ പച്ചക്കറികളാണെങ്കിലും അതൊക്കെ വാങ്ങിച്ചാൽ കൂടയിലിട്ട് വെക്കും. പഴങ്ങളൊക്കെ ആണെങ്കിൽ ചിലവരൊക്കെ ആണെങ്കിൽ അത് കൂടയിലിട്ട് വെക്കും അല്ലെ? ഇപ്പൊ പിന്നെ അങ്ങനെയല്ല, അതിന് പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതൊക്കെ ആക്കാൻ. പണ്ടൊക്കെ ഒരു മുളയുടെയും ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളിലായിരുന്നു നമ്മൾ പൂ പറിച്ചിടാനും പച്ചക്കറികൾ വെക്കാനും ഒക്കെ എന്ത് ചെയ്യും? നമ്മളെ കൂടകൾ ഉണ്ടായിരുന്നു. ആ കൂടകളിന് എന്താണെന്നറിയോ ഹിന്ദിയിൽ പറയാം? ഡലിയ. ഡാസെ ഡലിയ. ബാസ്ക്കറ്റ്. എന്താണ്? ഡലിയ, ബാസ്ക്കറ്റ്. ഡാസെ ഡലിയ. ഈ കൂടകളിന് എന്താണ് നമ്മൾ പറയുന്നത്? ഡലിയ എന്ന് ഹിന്ദിയിൽ പറയുമ്പോൾ ഡാസെ ഡലിയ, ബാസ്ക്കറ്റ്. അപ്പൊ ഈ ഡാ വെച്ചിട്ട് വരുന്ന രണ്ട് വാക്ക് പഠിച്ചില്ലേ? ഏതാണ്? ഡാസെ ഡമരു, ടാബർ. ഡാസെ ഡലിയ, ബാസ്ക്കറ്റ്. ഇനി അടുത്ത് വരുന്ന ലെറ്റർ ഏതാണെന്നറിയോ? അതെങ്ങനെയെന്നറിയോ? ദേ ഇങ്ങനെ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം, എന്നിട്ട് സി ഇടുക, അതിലൊരു കുഞ്ഞു കുനിപ്പിട. അതെന്താണ്? ഠ. എങ്ങനെയാണ്? ഇത് ഒരു കുഞ്ഞ് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു, അതിൽ സി ഇടുന്നു, അതിലൊരു കുഞ്ഞ് കുനിപ്പിടുന്നു. നമ്മള് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെയൊക്കെ അടച്ചു വെക്കും അല്ലേ? ഒരു പാത്രങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അടച്ചു വെക്കും അല്ലേ? ആ അടച്ചു വെക്കുന്ന അടപ്പുകളിനെ, ഓരോ പാത്രത്തിന്റെയും അടപ്പുകളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഠക്കൻ, ലിഡ്. അടപ്പ്, ലിഡ് എന്ന് പറഞ്ഞാൽ മൂടി, അടപ്പ്. അപ്പൊ സാധനങ്ങൾ നമ്മൾ ഭക്ഷണമാക്കി ആണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യും? അടച്ചു വെക്കില്ല, ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് അടച്ചു വെക്കും. ആ അടച്ചു വെക്കുന്ന ആ പാത്രത്തിന് എന്താണെന്ന് പറയാ? ഠക്കൻ. ഠാസെ ഠക്കൻ, ലിഡ്. മനസ്സിലായോ? ആ പേജ് നമ്പർ 25 നമ്മൾ ഓരോന്ന് സാധനം അപ്പച്ചട്ടി, ഇപ്പൊ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് അതിലൊക്കെ ഈ ഗ്ലാസിന്റെ ഇങ്ങനെ അടപ്പുള്ള സാധനങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളിലും എന്തുണ്ട്? അടപ്പുകളുണ്ട്. ആ അടപ്പുകളിനെ എന്താണ് പറയുന്നത്? ഠക്കൻ. ഹിന്ദിയിൽ എന്താ പറയും? ഠാസെ ഠക്കൻ, ലിഡ് എന്ന് പറയും. മനസ്സിലായോ? എന്താണ്? ഠാസെ ഠക്കൻ, ലിഡ്. അടപ്പുകൾ എന്താ പറയും? ഠക്കൻ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ട, ഠ, ഡ, ഠ. ഇനി അടുത്ത് വരുന്ന വാക്ക് എന്തോ? അത് വെച്ച് വരുന്ന വാക്കുകളൊന്നുമില്ല,
നമുക്ക് ആ അക്ഷരം ഏതാണെന്ന് പഠിക്കാം. ഠ ഠ ഡ ഠ ന. ന എങ്ങനെയെന്നറിയോ? ദേ ഇങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിൽ ആൽഫബറ്റ് പഠിക്കുമ്പോൾ പഠിക്കും. ഇതെന്താണ്? യു. യു പോലെ ഇങ്ങനെ എഴുതുക. എന്നിട്ട് അതിനൊപ്പം സ്റ്റാൻഡിങ് ലൈനും കൂടെ ചേർത്ത് വരയ്ക്കുക. ഇതാണ് ന. എങ്ങനെയാണ്? താഴത്തോട്ടുള്ള ഇങ്ങനെ ഒരു കേർവ്ഡ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യാം? അതിൻ്റെ ഒപ്പം ഒരു വണ്ണും കൂടെ സ്റ്റാൻഡിങ് ലൈനും കൂടെ ചേർത്ത് എഴുതുക. ന. ഇങ്ങനെ കണ്ട എന്ത് പറയും? ന. ഇത് ലെറ്റർ കാണാൻ എന്താന്ന് മനസ്സിലാക്കിയാൽ മതി. അത് വെച്ച് വരുന്ന വാക്കുകൾ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? കഴിഞ്ഞ ക്ലാസ്സിലും ഇതൊക്കെയായിട്ട് അടുത്ത് വരുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എന്ത് വയ്ക്കും? ഠ ഠ ഡ ഠ ന. എങ്ങനെ വായിക്കുന്നത്? ഠ ഠ ഡ ഠ ന. ഓക്കെ, ഇത് വരുന്ന ലെറ്റേഴ്സ് കയ്യിലുണ്ട്. അതിൽ താഴെ തന്നിരിക്കുന്ന ആ ലെറ്റേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിയായി കളർ കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതി ഇതേപോലെ പഠിക്കണം. ഠ ഠ ഡ ഠ ന. ഇങ്ങനെ പറഞ്ഞു തന്നെ നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ.